2005-ലാണ് UPA സർക്കാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത്. 2008-ൽ 100 തൊഴിൽ ദിനങ്ങൾ എന്ന മഹത്തായ ലക്ഷ്യവുമായി രാജ്യത്തെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി നടപ്പായി. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറെ സഹായകരമായ പദ്ധതിയിൽ ഇപ്പോൾ ലഭിക്കുന്നത് ശരാശരി 46 തൊഴിൽ ദിനങ്ങളാണ്. തൊഴിലെടുത്ത് പരമാവധി 14 ദിവസത്തിനകം 240 രൂപ കൂലി നൽകണമെന്നാണ് നിയമം. എന്നാൽ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി കിട്ടിയിട്ട് 4 മാസമായി. 635 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് കിട്ടാനുള്ളത്. 1,56,00,000 തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറയ്ക്കണമെന്നാണ്. ഇവിടെ 6.76 കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനേക്കാൾ 1,56 കുറയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ 47 ദിവസം തന്നെ വീണ്ടും കുറയാൻ വേണ്ടി പോവുകയാണ്. രജിസ്റ്റർ ചെയ്ത 16 ലക്ഷം കുടുംബങ്ങളിൽ കേരളത്തിൽ തൊഴിൽ കിട്ടിയതാകട്ടെ 2 ലക്ഷത്തിന് താഴെ കുടുംബങ്ങൾക്ക് മാത്രം. രാഷ്ട്ര നിർമ്മാണത്തിനൊപ്പം ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച പദ്ധതി ഇല്ലാതാകുന്നതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏറെ ആശങ്കയിലാണ്. അഭിലാഷ് നായർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.